അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്താണ് പൊതുവായി ജില്ലയിലെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഭിജിത്ത്? ടി.കെ. ഗുഡ് മോർണിംഗ്. ഇന്നും നാളെയും ജില്ലയിൽ റെഡ് അലേർട്ടാണ്. പക്ഷേ നിലവിലിപ്പോൾ നഗരമേഖലകളിൽ മഴ അല്പമൊന്ന് ശമിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഇടവിട്ടുള്ള മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിൽ ഏതായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ ഉണ്ടായ കനത്ത മഴ അത് വലിയ രീതിയിൽ ജില്ലയുടെ പല മേഖലകളിലും നാശനഷ്ടം വിതച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മരങ്ങൾ പൊട്ടി വീണും മണ്ണിടിഞ്ഞുമാണ് അപകടങ്ങൾ ഉണ്ടായത്. വടകരയിൽ കിണർ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പല മേഖലകളിലും മരങ്ങൾ പൊട്ടി റോഡുകളിലേക്ക് വീഴുന്നതും വീടുകൾക്ക് മുകളിലേക്ക് വീഴുന്നതുമൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനാൽ തന്നെ ഈ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് ജനങ്ങളോട് ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ റെഡ് അലേർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ജലാശയങ്ങളിലേക്കുള്ള യാത്രകൾ വിലക്കിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ കൂടിയുള്ള യാത്രകൾ, അത് ഈ കുന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടിയുള്ള യാത്രകളൊക്കെ നിയന്ത്രിക്കണമെന്നുള്ളൊരാവശ്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മണ്ണിടിയാനുള്ള സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടാതെ തന്നെ ഈ കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത പുലർത്താൻ അവിടെയുള്ളവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ഒരു കുടുംബത്തെ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജാഗ്രത തുടരുകയാണ് കോഴിക്കോട് ജില്ലയിൽ. നിലവിലിപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴയ്ക്ക് അല്പം ഒരു ശമനം നഗരമേഖലകളിലുണ്ട്. ടി.കെ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിലേക്കാണ് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, വയനാട്ടിൽ ഇന്നലെയൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നല്ല മഴയുണ്ടോ? വയനാട്ടിൽ റെഡ് അലേർട്ട് ആണല്ലോ. ഒട്ടും മഴയില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ രാത്രിയിൽ ഇടവിട്ട് മഴ ശക്തമായ രീതിയിൽ പെയ്തിരുന്നു. പക്ഷെ ഇന്ന് മഴയുടെ ഒരു സാഹചര്യം വയനാട്ടിൽ എവിടെയും കാണുന്നില്ല. ഇടവിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ഇപ്പോൾ മഴ എവിടെയും അത്ര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ചാറ്റൽ മഴ പോലും ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മേഖലയിലൊന്നും ചാറ്റൽ മഴയില്ല. മലയോര മേഖലയിൽ ഇടവിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. അതായത് ജില്ലയുടെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴയല്ല. ഈ കോറികളുടെ പ്രവർത്തനം ജില്ലയിൽ നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകളുണ്ട്. ജില്ലയിൽ ഈ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ, അതായത് ദുരന്ത ഭീഷണിയുള്ള അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രങ്ങളാണ് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വെള്ളച്ചാട്ടങ്ങൾ, ട്രക്കിംഗ് കേന്ദ്രങ്ങൾ, എടക്കൽ ഗുഹ, ഒപ്പം തന്നെ എന്നൂര് വിനോദസഞ്ചാര കേന്ദ്രം ഉൾപ്പെടെയുള്ളവയാണ് അടച്ചിടാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ DR മേഘശ്രീ നൽകിയിട്ടുള്ളത്. സുരക്ഷിത സ്ഥലങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് പതിവ് പോലെ പ്രവർത്തിക്കാം എന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആകെ കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് തവിഞ്ഞാൽ പഞ്ചായത്തിലാണ്. ഈ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് തവിഞ്ഞാൽ പഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത്. എന്തായാലും വില്ലേജ് തല കൺട്രോൾ റൂമുകളും തത്സമയ വിവരങ്ങൾ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് നൽകാനുള്ള സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും മഴക്കെടുതി നേരിടാൻ സജ്ജമാണ് ജില്ല. കാരണം ചുരൽമലമുണ്ടൊക്കെ ദുരന്ത പശ്ചാത്തലത്തിൽ ആ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ നേരത്തെ തന്നെ കാലേക്കൂട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടം അതിന് മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ശ്രീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്നും അതിശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കണം. അതിന്റെ ഭാഗമായുള്ള ജാഗ്രത പൊതുവായി കേരളത്തിൽ ഉണ്ട്. വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.